അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കണിശമായി പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ലോകത്ത് നിർവചിക്കാൻ സാധിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും അവക്ക് നിർവചനം പറഞ്ഞാൽ അത് കൂടുതൽ അവ്യക്തമാകും, മനസ്സിലാക്കാൻ കഴിയാതെ പോകും, കൂടുതൽ സങ്കീർണമാകും. നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും, നമ്മുടെ പല വികാരങ്ങളും അത് മനുഷ്യ നിർവചനങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ്. അത്തരത്തിൽ നിർവചിക്കാൻ സാധിക്കാത്ത ഒരു വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂർവകാല പണ്ഡിതന്മാരടക്കം സ്നേഹത്തിന്റെ നിർവചനം എന്താണ് എന്ന് ചർച്ച ചെയ്യുന്ന വേളയിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സ്നേഹം എന്നുള്ളതിന് ഏറ്റവും അനുയോജ്യമായ നിർവചനം സ്നേഹം എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അത് വലിച്ചു നീട്ടിയാൽ അത് മനസ്സിലാക്കാൻ പാടുപെടേണ്ടി വരും. എന്തുകൊണ്ടാണ് നമുക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുന്നതും അതല്ലെങ്കിൽ അത് ഉണ്ടാകൽ അനിവാര്യമാണെന്നും നമ്മുടെ വിശ്വാസവുമായി അതിനെ ബന്ധപ്പെടുത്തുന്നതും എന്തുകൊണ്ടാണ് എന്നത് ഈ വേളയിൽ നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും അതിന് ഒരു വിശദീകരണം നൽകാൻ നമുക്ക് സാധ്യമല്ല. വിവാഹം കഴിഞ്ഞ് മണവാട്ടിയുടെ കയ്യിലെ മൈലാഞ്ചി ചുവപ്പ് മായുന്നതിന് മുമ്പ് ദാരുണമായ അപകടത്തിൽപ്പെട്ട് അവൾ ഇഹലോകത്തോട് വിട പറഞ്ഞാലും ദിവസങ്ങൾ മാത്രമുള്ള ഈ ബന്ധം അതപ്പോഴും ആ നവവരന്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ടാകും. ഒരിക്കലും അവനെ മറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അവന്റെ മനസ്സിലുണ്ടാകും. കേവലം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്ര വലിയൊരു ബന്ധം വളർന്ന് പന്തലിക്കുന്നത്. പ്രാഥമിക കാര്യനിർവഹണത്തിന് പോലും നാലാളുകളുടെ സഹായം ആവശ്യമായി വരുന്ന വിധത്തിൽ നിസ്സഹായനായ രോഗി ഭർത്താവാകാം, പിതാവാകാം, സഹോദരനാകാം, മക്കളാകാം, അവരെ പരിചരിക്കാൻ യാതൊരു മടിയും യാതൊരു പ്രയാസവുമില്ലാതെ അതിന് തയ്യാറാകുന്നത് അതവരോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ സ്നേഹമെന്ന് പറയുന്നത് അത് ഒട്ടും പരമാവധി നമുക്ക് കൂടുതൽ നിർവചിക്കുവാനോ വിവരിക്കുവാനോ സാധ്യമല്ലാത്ത വളരെ മൂല്യമുള്ള ഒരു വൈകാരികമായ കാര്യമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. ഇത് നമ്മൾ പരസ്പരമുള്ള സ്നേഹബന്ധത്തെ കുറിച്ചാണ്. ഈ സ്നേഹബന്ധം പോലും ദീൻ പഠിപ്പിച്ച വിധത്തിൽ അതിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ടുള്ളതല്ല എങ്കിൽ നമുക്ക് സ്വർഗപ്രവേശം പോലും സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പരസ്പരം സ്നേഹിക്കാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്,
ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, വിശ്വാസികളാകാതെ നിങ്ങൾക്ക് സ്വർഗപ്രവേശം സാധ്യമല്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസികളാകാനും സാധ്യമല്ല. വിശ്വാസവും സ്നേഹവും അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന, വേർപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഇഴചേർന്ന് നിൽക്കുന്ന കാര്യമാണ് സ്നേഹവും വിശ്വാസം എന്ന് പറയുന്നത്. എന്നിട്ട് റസൂൽ പറഞ്ഞത്, അലാ ഉഹിബ്ബുകും അലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം പറയുന്നത് വ്യാപിപ്പിക്കണം. ഇത് പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള മാർഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം, അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികളോട് മാത്രം പോരെ സ്നേഹം. ലോകത്ത് കടന്നുപോയ പരകോടി വിശ്വാസികളോട് സ്നേഹമുണ്ടാവണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരോട് സ്നേഹമുണ്ടാകണം. ഇനി വരും തലമുറകളിൽ വരാനിരിക്കുന്ന വിശ്വാസികളോട് നമുക്ക് സ്നേഹവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ നിർബന്ധമായ ആരാധനാ കർമ്മത്തിൽ പോലും നിർവഹിക്കേണ്ടതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ തശഹ്ഹുദിൽ പ്രാർത്ഥിക്കുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, അല്ലാഹുവേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് ഉണ്ടാവണം, സജ്ജനങ്ങളായ നിന്റെ അടിമകൾക്കൊക്കെയും ഉണ്ടാകണം എന്ന് പറയുമ്പോ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടി? അങ്ങനെ ഒരു പ്രാർത്ഥന നമസ്കാരത്തിൽ നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നമസ്കാരം പോലും സ്വഹീഹാവില്ല. ആരാണ് ഈ സജ്ജനങ്ങൾ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, എല്ലാ സജ്ജനങ്ങളായ ആളുകളും അതിൽ ഉൾപ്പെടും. നമ്മൾ കാണാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാതെ മുമ്പ് ജീവിച്ച് മരിച്ചുപോയ കോടിക്കണക്കിന് സജ്ജനങ്ങളായ ആളുകൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ, വരാനിരിക്കുന്ന അല്ലാഹു കണക്കാക്കി അത്രയും സജ്ജനങ്ങൾ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ നമസ്കാരത്തിൽ പോലും അത് നിർവഹിക്കണം. ഇത്രമേൽ വലിയ സ്നേഹം വിശ്വാസികൾ പരസ്പരം ഉണ്ടെങ്കിലേ അവന്റെ വിശ്വാസം പരിപൂർണത പ്രാപിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്നേഹബന്ധത്തിന്റെയും അപ്പുറമായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. നമ്മൾ തന്നെ പരസ്പരം സ്നേഹമില്ലെങ്കിൽ, സ്വർഗപ്രവേശത്തിന് അത് തടസ്സമാകുമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ അത് സ്വർഗപ്രവേശത്തിന് തടസ്സമാകുമോ എന്ന് രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാകാനുള്ള മാർഗം കഴിഞ്ഞ 2 ആഴ്ചകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ ചര്യ പിൻപറ്റേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്നേഹം ഉണ്ടാകാനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് നമ്മുടെ വിശ്വാസ പൂർത്തീകരണത്തിന്റെ ഭാഗമായി അനിവാര്യമായും ഉണ്ടായിരിക്കണമെന്ന സ്നേഹം, അത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കുന്നത്. അതിലേറ്റവും പ്രധാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കണം എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള, നബിയെ കണ്ട് നബിയുടെ ജീവിതം നേർക്കുനേരെ കണ്ണു നിറയെ കാണാൻ സാധിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്തായിരുന്നു എന്നുള്ളത് അവർക്ക് നബിയോടുള്ള സ്നേഹം ലഭിക്കാതെ പോയതിന്റെ, ആ തൗഫീഖ് ലഭിക്കാതെ പോയതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ സ്നേഹമുണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കൂടുതൽ അടുത്തറിയണം. അങ്ങനെ നബിയെ അറിഞ്ഞപ്പോൾ അവിടെ ജീവിതത്തിൽ ഉണ്ടായ
സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങളുടെ മാറ്റത്തിന്റെ ഏതാനും ചില ഏടുകൾ മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഒന്ന് രണ്ട് സ്വഹാബികളുടെ ചരിത്രം പറഞ്ഞാൽ തന്നെ നബിനെ ഒരാൾ മനസ്സിലാക്കിയാൽ അവർക്ക് നബിയോട് എത്ര കണ്ട് സ്നേഹമുണ്ടായി, ഒരാൾക്ക് എത്ര കണ്ട് സ്നേഹമുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒന്ന്, മഹാനായ സുമാമ ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനമാണ്. ഇദ്ദേഹം ദീനിന്റെ കൊടിയ ശത്രുവായിരുന്നു. അദ്ദേഹത്തെ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് മസ്ജിദ് നബവിയിൽ ഒരു തൂണിൽ കെട്ടിയിട്ട സംഭവം പ്രസിദ്ധമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ 3 ദിവസം അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഓരോ ദിവസവും ചോദിക്കും, സുമാമ, നിനക്ക് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതിനൊക്കെ അദ്ദേഹം അന്ന് നൽകിയ മറുപടി, മുഹമ്മദ്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന മുഖം നിന്റെ മുഖമാണ്. എനിക്ക് ഏറ്റവും അറപ്പുള്ള ദീൻ നീ പ്രബോധനം ചെയ്യുന്ന ദീനാണ്. ഞാൻ ഏറ്റവും അവജ്ഞയോട് കാണുന്ന മണ്ണ് നീ ജീവിക്കുന്ന ഈ മദീനയാകുന്ന മണ്ണാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദ്യം ആവർത്തിച്ചു. ഈ ചോദ്യം പൂർണ്ണമായും തിരുത്തി അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷഹാദ ചൊല്ലി ദീനിൽ പ്രവേശിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. ഈ ഭൂമുഖത്ത് താങ്കളുടെ മുഖത്തെക്കാൾ എനിക്ക് വെറുപ്പുണ്ടായിരുന്നൊരു മുഖമുണ്ടായിരുന്നില്ല. ഇന്ന് ഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലയ്യ. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മുഖം അങ്ങയുടെ മുഖമാണ്, അങ്ങയെ കാണുന്നതാണ്. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ദീൻ അങ്ങ് പ്രബോധനം ചെയ്യുന്ന ഈ ദീനാണ്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് മക്ക കഴിഞ്ഞാൽ ഈ മദീനയാണ് എന്നർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിച്ചതായി കാണാം. പലവരും നമ്മൾ കേട്ടതും നമുക്ക് മനഃപ്പാടമുള്ളതുമായ ഒരു ചരിത്രമാണ്. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കുന്നത് കേവലം 72 മണിക്കൂറിനിടയിൽ കൊടിയ ഒരു ശത്രു ഇത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു വിധാനത്തിലേക്ക് ഉയരാൻ എന്താണ് അവിടെ ഉണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന വെറുപ്പിന്റെ ആഴം അളക്കാൻ ഒരു ഉപകരണത്തിനും സാധ്യമല്ലാത്ത വിധത്തിലുള്ള വെറുപ്പിന്റെ ഉടമയായിരുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച് ആ സ്നേഹവും നിജപ്പെടുത്താൻ കഴിയാത്ത വിധം അത് വളർന്ന് പന്തലിക്കാൻ വെറും 3 ദിവസത്തിനുള്ളിൽ അങ്ങനെ പടർന്ന് പന്തലിക്കാൻ ഉണ്ടായ കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നേർക്കുനേരെ കണ്ടനുഭവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നബി ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി മാറിയാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൂലമായ പരിവർത്തനത്തെ സംബന്ധിച്ച് കണ്ണു നിറയെ കാണുവാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. സ്വഹാബത്ത് പള്ളിയിൽ വരുന്നത്, അവർ പരസ്പരം ഇടപഴകുന്നത്, അവരുടെ സ്നേഹപ്രകടനം, അവരുടെ മര്യാദകൾ, ഇങ്ങനെ 3 ദിവസം കൊണ്ട് എന്താണ് ദീൻ എന്ന് കണ്ണു നിറയെ കാണാനുള്ള ഒരു അവസരം അദ്ദേഹത്തിനുണ്ടായി. നമ്മുടെ ജീവിതത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ സത്യദീൻ അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് നമ്മുടെ ജീവിതം കണ്ട് പറയാൻ നമ്മുടെ പ്രബോധിതർക്ക് സാധിക്കുന്ന വിധത്തിൽ പരമാവധി കുറ്റമറ്റൊരു ജീവിതം നയിക്കാൻ നമുക്കും സാധിക്കണം. അങ്ങനെ അറിയാനുള്ള സാഹചര്യമുണ്ടായാൽ, അള്ളാഹുവിന്റെ തൗഫീഖും കൂടെ അതിനോട് ചേർന്നാൽ, ഏതു കൊടിയ ധിക്കാരിയും
അനുസരണയുള്ള അനുയായിയായി മാറും എന്നുള്ളത് സംഭവം, അത് സാക്ഷ്യപ്പെടുത്തുന്ന യഥേഷ്ടം സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സെപ്റ്റംബർ മാസമാണ്. ഇതുപോലുള്ളൊരു സെപ്റ്റംബറിലാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അതിന് നേരെ ഉണ്ടായ ആക്രമണം. ഞാൻ പറയുന്നത് അതിനുശേഷം അവിടെ നടന്നിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത്, അതിനുശേഷം നടന്ന ഒരു 10 വർഷത്തിനുള്ളിൽ അമേരിക്കൻ മുസ്ലിങ്ങളുടെ എണ്ണം 26 ലക്ഷമായി വർദ്ധിച്ചു എന്ന് പഠനങ്ങൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്രമണം കാരണം, നമ്മൾ അതിനെ ന്യായീകരിക്കുകയല്ല, ആക്രമണം കാരണം പല ആളുകളും എന്താണ് ഈ ദീൻ, എന്താണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള ദീൻ എന്ന് പഠിക്കാൻ പല ആളുകളും തയ്യാറായി. അവർ പഠിച്ചപ്പോഴാണ് മീഡിയകൾ പ്രചരിപ്പിക്കുന്ന ദീനല്ല സാക്ഷാൽ ദീൻ എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അവർ നബിയെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഫലമായി 10 വർഷത്തിനുള്ളിൽ 160% ദീനിനവിടെ വളർച്ചയുണ്ടായത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സുമാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചു, സ്വഹാബത്തിന്റെ ജീവിതം കണ്ട് ദീൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണ അനുസരണയുള്ള ഒരു വിശ്വാസിയായി അദ്ദേഹം മാറിയതുപോലെ ദീനിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ കൊടിയ ശത്രുക്കൾ പോലും സകലമാന മീഡിയകളും ദീൻ തീവ്രമാണ്, അത് ഭീകരമാണ്, രക്തച്ചൊരിച്ചിലിന്റെ മതമാണ്, മനുഷ്യന്റെ രക്തത്തിന് ദാഹിക്കുന്ന മതമാണ് എന്നുള്ള നിരന്തരമായ കുപ്രചരണങ്ങൾ അത് ഒട്ടും ശരിയല്ലെന്ന് മനസ്സിലാക്കി ഋജുവായ പാതയിലേക്ക് വരാൻ ഈ പഠനങ്ങൾ അവർക്ക് കാരണമായി, നിമിത്തമായി എന്നാണ് ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ദീനിനെ കുറിച്ച് പഠിക്കുകയും ആരാണ് റസൂൽ എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹബന്ധം നിലവിലുള്ളതിനേക്കാൾ അത് സുദൃഢമാക്കുക തന്നെ ചെയ്യുമെന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ ജീവിതം ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടത്, നമ്മുടെ ജീവിതം ഒരാൾക്ക്, ദീനിന്റെ ഒരു വിരോധിക്ക്, ഒരു ദീൻ ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് നമ്മുടെ ജീവിതം ദീനിലേക്ക് വരാൻ തടസ്സമാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്റെ ജീവിതം ഒരാൾക്ക് ഇതിലേക്ക് വരാൻ തടസ്സമാകുന്നില്ല, അഥവാ ഞാൻ ഇന്ന് മുന്നോട്ട് നയിക്കുന്ന എന്റെ ജീവിതം കണ്ട് ഒരാൾ ഇതാണ് ഇസ്ലാമെങ്കിൽ ഞാൻ ആ വഴിക്കില്ല എന്ന് പറയുന്ന, ഇസ്ലാമിനെ കുറിച്ച് മോശമായ ചിന്ത വരാനുള്ള ഒരു നിമിത്തമായി നമ്മുടെ ജീവിതം മാറാൻ പാടില്ല. മറിച്ച് നാം മുഴുമേഖലകളിലും പൂർണ്ണ മുസ്ലിമായിരിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടുന്ന കാര്യമല്ല. പള്ളിക്ക് പുറത്തും അതുണ്ട്. നമ്മുടെ ഇടപാടുകളിലും ഇടപെടലുകളിലും, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാം ഇസ്ലാമുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം അത് ജീവിതത്തിൽ എടുത്തണിയുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ വിശ്വാസികളായി മാറുന്നത്. നമ്മുടെ ജീവിതം കണ്ട് ഒരാൾക്കത് സത്യം മനസ്സിലാക്കാനുള്ള പ്രചോദനമാണ്. നമ്മുടെ ജീവിതം ദീനിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റുന്ന വിധത്തിൽ പ്രചോദനം നൽകുന്ന ഒരു ജീവിതമായി മാറേണ്ടതാണ്. അങ്ങനെ അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും ഉണ്ടാകുന്നത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമില്ലാത്ത ഒരു ജീവിതം അത് യഥാർത്ഥത്തിൽ നിർജീവമാണ്, മയ്യത്താണ്. അവൻ യഥാർത്ഥത്തിൽ ജീവനില്ലാത്തവനെ പോലെയാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ എത്ര കണ്ട് നമ്മൾ ഇത്തിബാഅ് ചെയ്യുന്നുവോ, അനുധാവനം ചെയ്യുന്നുവോ, അതിനനുസരിച്ചാണ് നമ്മുടെ പ്രതാപം, നമുക്ക് അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിൽ നിന്നുള്ള ഹിദായത്ത്, വിജയം ഇതെല്ലാം ലഭിക്കുന്നത്. അത് എത്ര കണ്ട് താഴ്ന്നു പോകുന്നുവോ അതിനനുസരിച്ചാണ് നമ്മെ ദൗർഭാഗ്യവും നമ്മെ ദുർബലതയും വലിഞ്ഞു മുറുക്കുന്നത് എന്ന്
മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചു മനസ്സിലാക്കിയ മറ്റൊരു സഹാബി അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം പറയുകയാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചർച്ച ചെയ്യാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അന്ന് അദ്ദേഹം മുശ്രിക്കാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഹുദൈബിയ സന്ധി നടക്കുന്ന വേളയിൽ അദ്ദേഹം ആ സദസ്സിലൊക്കെ പങ്കെടുത്ത് മുശ്രിക്കുകളുടെ അടുക്കലേക്ക് തിരിച്ചു ചെന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വല്ലാഹി ലഖദ് വഫിത്തു അലൽ മുലൂക് വറുഊസ് വഫിത്തു അലാ കിസ്റ വകൈസർ വന്നജാശി. ഞാൻ ലോകത്തെ പല രാജാക്കന്മാരുടെയും അടുക്കൽ ചെന്നിട്ടുണ്ട്. പല ലോക നേതാക്കളുടെ, അക്കാലത്തെ ലോക നേതാക്കളുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുണ്ട്. കിസ്റയുടെയും കൈസറിന്റെയും നജാശിയുടെയും ദർബാറിൽ ഞാൻ പോയിട്ടുണ്ട്. അവരെയൊക്കെ അഥവാ കിസ്റയെയും കൈസറിനെയും നജാശിയെയും ലോക രാജാക്കന്മാരെയും ലോക നേതാക്കളെയും അവരുടെ അനുയായികൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അവരുടെ പ്രജകൾ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചിരുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ചരിത്രം പറയാൻ, ലോകത്തെ ഒരു രാജാവിനും കിട്ടാത്ത ആദരവാണ് സ്വഹാബികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നത് എന്ന്. എന്തുകൊണ്ടാണ് ആദരവുണ്ടായത്? ആ ആദരവ് കിട്ടുന്നത് ആദരവും സ്നേഹവും അതിന്റെ പേരിൽ വഹിക്കേണ്ടി വരുന്ന ത്യാഗവും അതൊക്കെ സ്നേഹത്തിന്റെ ഉൽപ്പന്നമാണ്. യഥാർത്ഥത്തിൽ സ്നേഹമില്ലാത്ത ഒരാൾക്ക് മറ്റൊന്നിനു വേണ്ടി ത്യാഗം സഹിക്കാൻ കഴിയില്ല. നമുക്ക് വെറുപ്പുള്ള ഒരു കാര്യത്തിൽ ത്യാഗം സഹിക്കാൻ കഴിയില്ല. നമുക്ക് ഉത്കടമായ സ്നേഹമുള്ള ഒരു വിഷയത്തിലെ നമുക്ക് ത്യാഗം സഹിക്കാൻ കഴിയും. നമുക്ക് അതിയായ സ്നേഹമുള്ള ഒരാളുടെ വിഷയത്തിലെ നമ്മൾ വിയർപ്പൊഴിക്കാൻ തയ്യാറാകൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അവർ അങ്ങേയറ്റം ത്യാഗം സഹിച്ചത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട്, അദ്ദേഹം മുശ്രിക്കായിരുന്ന കാലത്ത് അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, താങ്കൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്റെ വാപ്പ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ. എന്റെ ഉദവാ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്റെ പിതാവ് ഖത്താബ് അദ്ദേഹം മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങൾ മുസ്ലിമാകുന്നതാണ്. കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനാണ്. നിങ്ങളുടെ ഇസ്ലാം ആശ്ലേഷണം നബിക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ടായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് നബി എന്താഗ്രഹിക്കുന്നുവോ അതേ ആഗ്രഹം എനിക്കുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നബിയെ മാത്രമല്ല, നബി ആരൊക്കെ സ്നേഹിക്കുന്നുവോ അവരെയും കൂടെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, ഇവരെ നീ ഇഷ്ടപ്പെടണേ അല്ലാഹുവേ, അവരെ ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പിന്നീട് എനിക്ക് എന്റെ സ്വന്തം മക്കളെക്കാൾ എനിക്കിഷ്ടം ഹസൻ റളിയല്ലാഹു അൻഹുവിനോടായി എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ വിധത്തിലായിരുന്നു അവരുടെ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ അതിശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, അദ്ദേഹത്തിന് നബിയോടുണ്ടായിരുന്ന സ്നേഹം അതിന്റെ ഒരുപാട് വിശാലമായ വൃത്തം മേഖലയുണ്ട്. ഒന്ന് മാത്രം സൂചിപ്പിക്കാം. ഹിജ്റ വേളയിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഹിജ്റക്കൊരുങ്ങുമ്പോൾ റസൂൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് സൂചന നൽകി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോകുവാനുള്ള അവസരം, അനുവാദം കിട്ടിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് താങ്കൾ എന്റെ ഹിജ്റയിലെ സഹയാത്രികനാകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷാധിക്യത്താൽ കരഞ്ഞുപോയി എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, സന്തോഷാധിക്യത്താൽ ഒരാൾ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
സന്തോഷം അടക്കാൻ വയ്യാതെ കരയുക. എന്താണ് ഇത്ര സന്തോഷിക്കാൻ? തന്റെ ജീവൻ പോലും അപായപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് നബിയോട് ഒന്നിച്ചുള്ള ഹിജ്റ എന്ന് പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് സന്തോഷമാണ്. എന്തുകൊണ്ട്? ഈ രാത്രിയിൽ മദീനയിൽ എത്തുന്നത് വരെ കുറെ ദിവസങ്ങൾ നബിയെ എനിക്ക് ഒറ്റക്ക് കിട്ടും, നബിയുടെ കൂടെ ഒന്നിച്ചു പോകാം. ആ ഒരു അതിലുണ്ടായിരുന്ന അടക്കാൻ കഴിയാത്ത സന്തോഷമാണ് കണ്ണീരായി പ്രകടമായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്ന് കാണാം. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുമ്പോ ആകെ ദുഃഖിതനായി ദുഃഖപരവശനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നു. റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾക്കൊരു ദുഃഖം? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ഇഹലോകത്ത് ദുനിയാവിൽ എനിക്കെപ്പോഴും നിങ്ങളെ കണ്ടിരിക്കാം, കാണാം, ഇടപഴകാം. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ ഉന്നതമായ വിധാനത്തിലായിരിക്കുമല്ലോ. ഞാൻ താഴ്ന്ന പദവിയിലുമാകാം. അതുകൊണ്ട് അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് എന്റെ തടി ശോഷിക്കുന്നതും ഞാൻ ദുഃഖിതനാക്കുന്നതും എന്ന്. നബി സ്നേഹം കൊണ്ട് തടി മെലിയുകയാണ് എന്ന് നബി സ്നേഹത്തിന്റെ പേരിൽ തടി കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹം ആകെ ദുഃഖിതനായി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് നിസാഇന്റെ 69-ാമത്തെ വചനം അല്ലാഹു തആല അവതരിപ്പിച്ചു. വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു തആല അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും. അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ, സത്യസന്ധർ, രക്തസാക്ഷികൾ, സച്ചരിതർ, നല്ല മനുഷ്യർ, ഇവരോടൊന്നിച്ച് സ്വർഗത്തിൽ കഴിയാം. വഹസുന ഉലൈക റഫീഖ, അത് എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളയോടൊന്നിച്ച്, റസൂലുള്ളയോട് സഹവസിച്ച് സ്വർഗാരാമത്തിൽ കഴിഞ്ഞുകൂടണമെങ്കിൽ അവിടത്തെ അനുസരിക്കണം, അവിടത്തോട് ഉത്കടമായ സ്നേഹമുണ്ടാകണം. ഇതെല്ലാം അർത്ഥമാക്കുന്നത് നബിയോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അത് തിട്ടപ്പെടുത്തുക, അതിന്റെ അളവ് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. നബിയെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചെങ്കിലേ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നബിനോടുള്ള സ്വഹാബത്ത് കുട്ടികളുടെ സ്നേഹം അതുകൂടെ പറയാം. നബിയോട് സ്വഹാബിയിലെ കുട്ടികൾക്കുണ്ടായിരുന്ന സ്നേഹം. ബദർ യുദ്ധം നടക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടതും വലതും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പ്രായമായ 2 കുട്ടികൾ. അവരിങ്ങനെ വലത് ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തെ തോണ്ടും, ഇടത് ഭാഗത്ത് നിന്ന് വേറൊരാളും തോണ്ടിട്ട് ചോദിക്കുക, യാമ്മി അരിനി അബാ ജഹൽ, അബൂജഹലിനെ കാണിച്ചു തരുമോ? അബൂജഹൽ എന്ന് പറയുന്നത് ആചാരബാഹുവാണ്, വളരെ ധീരനും തടിമെടുക്കുമുള്ള ധീരനായ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. അവനെ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ, കുട്ടികളാകുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറഞ്ഞത്, അവനെങ്ങാനും ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ആ കാണുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഞങ്ങൾ അവനെ വകവരുത്തും. എന്താണതിന് കാരണമെന്നും അവർ പറഞ്ഞു. അവൻ നമ്മുടെ റസൂലിനെ, നബിയെ ചീത്ത പറയുന്ന വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണം നബിയെ കുറിച്ച് ചീത്ത പറയുന്ന, നബിയെ കുറിച്ച് ഒരു അര വാക്ക് മോശമായി കേൾക്കുന്നത് പോലും സഹിക്കാൻ ആ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അത്ര കണ്ട് അവരുടെ സ്നേഹബന്ധം വളർന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവൾ വളർത്തപ്പെട്ടത്. ആ 2 കുട്ടികൾ കൂടിയാണ് അബൂജഹലിനെ ബദർ യുദ്ധത്തിൽ വധിച്ചത് എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അവർക്കുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴമാണത്. ആ വിധത്തിലാണ് ആ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തെർബിയത്ത് ലഭിച്ചിട്ടുള്ളത്. നബിയോടുള്ള സ്നേഹത്തിനെ കുറിച്ചുള്ള തെർബിയത്തും ബാലപാഠങ്ങളും അവർക്ക് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആ വിധത്തിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ഈ ചരിത്രം ബോധ്യപ്പെടുത്തുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, എന്ന് പലപ്പോഴും മുസ്ലിംകളിൽ നിന്നും നബിയുടെ അനുയായികൾ എന്ന് പറയുന്നവരിൽ നിന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്
അവിടുത്തെ സംശുദ്ധമായ വ്യക്തി ജീവിതത്തെ തേജോവധം ചെയ്യാനുള്ള വഴിവെട്ടിക്കൊടുക്കുന്ന പണിയിലാണ് പലപ്പോഴും ആളുകൾ എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കീറിമുറിച്ച് അതിനെ വളരെ മലീമസമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള വഴിവെട്ടുന്ന തിരക്കിലാണ്, മത്സരത്തെ ആണ് പലപ്പോഴും ആളുകളെന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് പല വാർത്തകളും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് വേദനയോടുകൂടെ കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായ ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ വാപ്പയെ കുറിച്ച് ഒരു വാക്ക് കേട്ടാൽ ഉണ്ടാകുന്ന വേദനയുടെ 10,000 മടങ്ങ് വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു വേണ്ടാത്ത കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, അത്രമേൽ ഉണ്ടാവണം. ഈ ചരിത്രങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് വളരെ ഗുരുതരമായ അപരാധമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന യഥേഷ്ടം പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയോ അതിൽ ഉപേക്ഷ വരുത്തുകയോ ചെയ്താൽ ഞാൻ ഈ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കും. നബി പഠിപ്പിച്ച ചെറിയൊരു കാര്യം, അല്ലെ വലുത്, അതിൽ നിന്ന് ചെറുതായ നിലക്കൊരു വ്യതിയാനമുണ്ടായാൽ അതെന്റെ ജീവിതത്തെ തന്നെ പാടെ അപകടത്തിൽ ചെന്ന് ചാടിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല, രണ്ടാമത്തെ സംഭവമാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹം അള്ളാഹുവിന്റെ അടിയാത്തുകളെ അഥവാ സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ നിന്ന് നിങ്ങൾ വിലക്കരുത് എന്ന ഹദീസ് ഉദ്ധരിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയുടെ മകൻ ബിലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, ഞാൻ മുടക്കും, ഞാൻ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ ബിലാലിന് നേരെ തിരിഞ്ഞ് അദ്ദേഹത്തെ അതിരൂക്ഷമായി വഴക്ക് പറയുകയും അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ശക്തമായ ഒരു ഇടി നൽകുകയും പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയാ നിങ്ങൾ തടുക്കരുത് എന്ന്, നീ പറയാ തടുക്കുമെന്ന് എന്ന് പറഞ്ഞ് അതിരൂക്ഷമായി വഴക്ക് പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. നബിയുടെ വാചകത്തിനെതിരെ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുവാനോ ഒരു നിമിഷാർത്ഥം വരെ അത് അംഗീകരിച്ചു കൊടുക്കുവാനോ അവർക്ക് സാധിച്ചിരുന്നില്ല. നബിയുടെ ചര്യയോട് അവർ കാണിച്ചിരുന്ന പ്രതിബദ്ധതയുടെ ആഴമാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് എന്ന് ഇതിന്റെ വിവരണങ്ങളിൽ കാണാം. ഇതൊന്നോ രണ്ടോ സംഭവങ്ങളല്ല. മദ്ഹബിന്റെ 4 ഇമാമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെ അനുധാവനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുന്നത് അത് മിസ്ലു സഫീനത്തി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. മൻ റകിബഹാ നജ വമൻ തഖല്ലഫ അൻഹാ ഗരിഖ്. ഇത് നൂഹ് നബിയുടെ കപ്പലാണ്. രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഇതിൽ കേറിക്കോളൂ. ഈ രക്ഷപ്പെടാവുന്ന ഈ കപ്പലിൽ നിങ്ങൾ കേറിയില്ലെങ്കിൽ അനന്തര ഫലം നിങ്ങൾ മുങ്ങിച്ചാകലാകും എന്നാണ്.
നബിയുടെ സുന്നത്താകുന്ന ഈ കപ്പലിൽ കയറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കയറാവുന്ന ഒരേ ഒരു കപ്പലേ ഉള്ളൂ, അത് ശൈത്താന്റെ കപ്പലാണ്. അതിൽ കയറിയാൽ നിങ്ങളുടെ സർവനാശമായിരിക്കുമെന്ന് വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതായും കാണാം. ഇതൊക്കെ സുന്നത്തിനോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ്. ഇതൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് എത്ര കണ്ടടുത്തു നിൽക്കുന്നു, അതോ അത് അതിവിദൂരമാണോ എന്ന് സ്വയം വിലയിരുത്തുകയും പാളിച്ചകളും വീഴ്ചകളും തിരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. വിജയത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. ശ്രദ്ധിക്കുക, ഗൗരവത്തോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.